ഹായ് മച്ചമ്പളീസ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഒരു മേൻസിലായി പഠിക്കാൻ വന്നിട്ടാണ് നന്മണ്ടയിൽ. അതിൻ്റെ അടിക്കണ ഭാഗത്ത് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ ഒക്കെ ഇടാമെന്ന് പറഞ്ഞിരുന്നു. നമ്മളുടെ സാഹചര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് നമ്മളിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ മെയിൻ സ്ലാബിലെ തട്ടടി കഴിഞ്ഞിട്ട് വയറിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ്. ഞങ്ങൾ മെയിൻ സ്ലാബ് അടി കഴിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ വയറിങ്ങിൻ്റെ പൈപ്പ് ഇടുകയാണ്. കമ്പി കെട്ടുന്നതിൻ്റെ മുമ്പ് പൈപ്പ് ഇടുക വെച്ചാൽ വയറിങ്ങർക്ക് പൈപ്പ് ഇടാൻ കുറച്ചുകൂടി സൗകര്യം ഉണ്ടാവും. മറ്റത് കമ്പീൻ്റെ ഇടയിലൂടെ അവർ പൈപ്പ് ഇട്ട് ഇടങ്ങേറാവും. ആ ഒരു ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ കാലത്ത് പൈപ്പ് ഇട്ടേക്കണത്. ഇതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു ദിവസം വേണ്ടി വരും, എന്നാലും കുഴപ്പമില്ല. പക്ഷെ കമ്പി ഇട്ടതിന് ശേഷം വയറിങ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ദിവസം എന്നുള്ളത് ഒരു 2-3 ദിവസമാവും. ഞങ്ങൾ ആൾക്ക് ആകെ 3 ആളെ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞങ്ങൾക്ക് ഈ ഇടയിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്. തട്ടടിക്കുന്ന വീഡിയോസൊന്നും ഇടാൻ കഴിയാഞ്ഞു. പോരാത്തതിന് മഴയും നമുക്കൊരു തടസ്സമായിരുന്നു. നമ്മൾ വീഡിയോ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്ന സമയത്ത് ഒന്നല്ലെങ്കിൽ മഴ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങളുണ്ടാവും. കാരണം അങ്ങനെ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു നമുക്ക് ഈ ചെയ്യാതിരിക്കാൻ. എന്തായാലും ഇപ്പോൾ ഏകദേശം തട്ടടി നമ്മൾ ഡാർപ്പായി വിരിച്ച ശേഷമുള്ള വീഡിയോസാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടിട്ടുണ്ട്. എല്ലാ റൂമിലെയും പൈപ്പുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിട്ട് ഇത് ചെയ്തത് നമ്മളല്ല കേട്ടോ. വയറിങ് ചെയ്ത് പൈപ്പ് ചെയ്തിട്ടിരിക്കുന്നത് പ്രൊഫഷണലായിട്ടുള്ള വയറേഴ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. അവർക്ക് വേണ്ടി നമ്മളൊരു ദിവസം മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ തട്ടടിക്കാൻ ഏകദേശം 5 ദിവസത്തിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു ദിവസം കോണി അടിക്കാൻ തന്നെ നമുക്കൊരു 1/4 ദിവസം നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഒറ്റടിക്ക് അടിക്കോട്ട് ഇതൊരു ദിവസത്തെ കമ്പിപ്പണി. നമ്മൾ ഇടയ്ക്ക് വീഡിയോ എടുത്ത് വെച്ചായിരുന്നു, നമുക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്. അപ്പോൾ ഉള്ള വീഡിയോസൊക്കെ പാടെ ഞാൻ എഡിറ്റ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഇടുന്നത്. ഇത് ഒരു ദിവസം ഞങ്ങൾ കമ്പിപ്പണി എടുത്തു. ഒറ്റ ദിവസത്തെ കമ്പിപ്പണീൻ്റെ ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. ഒരു സെക്ഷൻ 2 സെക്ഷനായിട്ടാണ് നമ്മൾ കമ്പിപ്പണി ചെയ്തിട്ടുള്ളത്. ഇതൊരു സെക്ഷനാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രാ ഭാഗമൊന്നും കട്ട് ചെയ്തിട്ടില്ല. മറ്റു ഭാഗങ്ങൾ ഈ അടുത്തൊരു ദിവസം ചെയ്യാമെന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാ വർക്കും കഴിഞ്ഞിട്ട് കമ്പി കെട്ടലും കോണീൻ്റെ കമ്പിയും കോണീൻ്റെ സൈഡ് അടിക്കലൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇത്. നമ്മൾ എല്ലാ പരിപാടിയും തീർത്തിട്ടുണ്ട് കേട്ടോ. നേരത്തെ കമ്പി കെട്ടാനും എക്സ്ട്രാ ബാർ വയ്ക്കാനും ഹുക്ക് കെട്ടാനും പിന്നെ എന്താ പറയുക, ഇതാണ് നമ്മൾ ഇങ്ങനെ വരുന്ന 2 സെക്ഷനായിട്ടാണ് നമ്മൾ കോണി വരുന്നത്. ഇവിടെ നമ്മൾ ഡ്രില്ല് ചെയ്തിട്ട് പശ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഡ്രില്ല് ചെയ്തിട്ട് ഒരു കമ്പി അടിച്ചിട്ട് ഒരു പശ ഉണ്ടല്ലോ, അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. എല്ലാ വർക്കും ചെയ്തിട്ടുള്ള ഒരു രൂപമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ 3-4 ദിവസമായി നമ്മളിപ്പോൾ ഈ കമ്പി കെട്ടി ഇട്ടിട്ട് ഏതാണ്ട് നമ്മളത് വെള്ളിയാഴ്ചയായിട്ട് നമ്മളെ വർക്ക് കഴിഞ്ഞതാണ്. ഇന്നിപ്പോൾ തിങ്കളാഴ്ചയില്ലേ. വാർപ്പിന് ആൾക്കാരെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് ഇതുവരെ വാർത്തിട്ടില്ല. വാർപ്പിന് ആളെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഏരിയയിൽ. അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ബുക്കിംഗ് പോലെയാണ് വാർപ്പ് ഇനി ശരിയാക്കാൻ നമ്മളിപ്പോൾ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്. അവർ ഒരു 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് വിവരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ വാർക്കാൻ പറ്റുക എന്നുള്ളത് അറിയുള്ളൂ. അവർ വിവരം തരാമെന്ന് വെച്ചാൽ അവർക്ക് ആദ്യത്തെ ആൾക്കാരൊക്കെ അവർ ചെയ്തിട്ട് കഴിഞ്ഞു. പിന്നെ നമ്മളറിയാത്തൊരു നാടായതുകൊണ്ട് അവർ സ്ഥിരമായി വിളിക്കുന്ന ആൾക്കാരെ അവർ മുൻഗണന കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് ഡിലേ വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് പെട്ടെന്ന് അവർ ചെയ്ത് തരാറുണ്ട്. ഞങ്ങൾ 2-3 ആൾക്കാരോട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നത്. പക്ഷേങ്കിൽ അവർക്ക് മുൻകൂട്ടി ആൾക്കാർ പറഞ്ഞു വെച്ചുകൊണ്ട് അവർ ചെയ്യും. ഒരു 2-3 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മളത് വാർക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വാർക്കണ ടൈമിന് നമുക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ വാർപ്പിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിന് ബന്ധപ്പെട്ട കാര്യങ്ങളുമായിട്ട് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ബൈ മച്ചാൻ ഗൈസ്.